തമിഴ്നാട്ടിൽ ശരിക്കും വിജയ് യുഗം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി വിജയ്ക്ക് പിന്തുണ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ADMKയിലെ പിളർപ്പിന് ശേഷം അതിലെ പ്രബല വിഭാഗമായ ഷൺമുഖത്തിന്റെയും വേലുമണിയുടെയും കൂടെയുള്ള MLA-മാർ വിജയുടെ പാർട്ടിക്ക് ഒപ്പം ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഭരണം ലഭിക്കില്ല എന്ന് അറിഞ്ഞതോടെ തന്നെ പാർട്ടി സെക്രട്ടറിയായ എടപ്പാടി പളനിസ്വാമിക്ക് ഭൂരിഭാഗം MLA-മാരും എതിരായി മാറുകയായിരുന്നു. അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന 30ഓളം MLA-മാർ TVK പക്ഷത്തേക്ക് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. CV ഷൺമുഖത്തിന്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിലാണ് പാർട്ടിക്കുള്ളിലെ ഈ വിമത നീക്കം മുഴുവൻ നടന്നത്. അതോടെ വലിയ പിളർപ്പിലേക്ക് ADMK എത്തിക്കഴിഞ്ഞു. ADMK എന്ന പാർട്ടി തന്നെ ഇല്ലാതെയായി, അത് TVKയുടെ ഭാഗമായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ജയലളിത മരിച്ചതിനു ശേഷം തന്നെ ആ പാർട്ടി 3 തവണയെങ്ങാനും പിളർന്നതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും പിളർന്നിരിക്കുന്നു. ഇതോടുകൂടി പ്രവർത്തകരും നേതാക്കളും എല്ലാം എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അത് വിജയുടെ പാർട്ടിയിലേക്ക് തന്നെയാണ്. ഇനി വിഭാഗീയത ഉണ്ടാക്കിയ നേതാക്കൾ തന്നെ അവിടെ ഇല്ലെങ്കിലും പ്രവർത്തകർ വിജയ്ക്ക് സ്വന്തമായി കഴിഞ്ഞു. അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, 108 സീറ്റുകൾ മാത്രം നേടിയ വിജയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാതെ മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നൊരു 3-4 ദിവസം നമ്മൾ കണ്ടതാണ്. അന്ന് കോൺഗ്രസ് ആണ് കൂടെ നിന്നത്. പിന്നീട് ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും ഇപ്പോഴിതാ 30ഓളം MLA-മാരും എത്തി. വിജയ് അങ്ങനെ സേഫായി മാറിയിരിക്കുന്നു. TVKയെ ആദ്യഘട്ടത്തിൽ തന്നെ ADMKയിലെ ഒരു വിഭാഗം MLA-മാർ പിന്തുണച്ചതാണ്. എന്നാൽ NDAയുടെ സഖ്യകക്ഷിയായ ADMKയുടെ പിന്തുണയിൽ TVKയ്ക്കും വിജയ്ക്കും അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല. BJP തന്നെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് വിജയ്ക്ക് നന്നായി അറിയാവുന്നതാണ്. ഒരു സീറ്റ് മാത്രമാണ് BJP തമിഴ്നാട്ടിൽ നേടിയതെങ്കിലും TVKയെ തകർക്കാൻ BJP എല്ലാ കളികളും കളിച്ചു. അറിയാവുന്ന 18 അടവുകളും പുറത്തെടുത്തു. പക്ഷേ ഇപ്പോഴിതാ BJP വിജയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു ADMKയുടെ പിളർപ്പോടുകൂടി. അതുകൊണ്ട് തന്നെ NDA സഖ്യത്തിന് പുറത്തു വന്ന് TVKയെ പിന്തുണയ്ക്കാനാണ് ഇപ്പോൾ വിമതരായി നിൽക്കുന്നവരുടെ തീരുമാനം. പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് എടപ്പാടി പളനിസ്വാമിയെ നീക്കണമെന്നും വിമതർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ആവശ്യമുന്നയിച്ച് വേലുമണി പക്ഷം പ്രോട്ടൈം സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. തുടർച്ചയായ തോൽവി ഏറ്റുവാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിരവധി MLA-മാരും മുൻമന്ത്രിമാരും ഇങ്ങനെ രംഗത്ത് വന്നത്. പാർട്ടി നേതൃത്വത്തെ ഇനി അംഗീകരിക്കാൻ ആവില്ല എന്നാണ് ഇവർ ഉറപ്പിച്ച നിലപാടെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ബാക്കിയുള്ള ADMK എന്ന് പറയുന്നത് അവർ ഇപ്പോൾ BJP ബന്ധം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതായത് 47 MLA-മാരാണ് ADMKയ്ക്കായി ജയിച്ചു വന്നത്. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ സമയത്ത് 2 സംഘങ്ങളായാണ് അവർ എത്തിയത്. ഇതിൽ 11 MLA-മാർ അന്ന് എടപ്പാടി പളനിസ്വാമിക്കൊപ്പം ഉണ്ടായിരുന്നു. 36 പേർ ഷൺമുഖത്തിനൊപ്പമായിരുന്നു. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ വിമതർ വിജയിയോടൊപ്പമായി. പിന്നീട് അതിൽ 6 MLA-മാർ വീണ്ടും തിരിച്ചുപോയി. ഏതായാലും ഇപ്പോൾ ഏകദേശം 150ഓളം സീറ്റുകളിലേക്ക് വിജയുടെ സർക്കാർ വളരെ സുരക്ഷിതമായി മാറാൻ പോവുകയാണ്.